R15 E2ൻ്റെ ചൈനാൻ സ്പ്രോക്കറ്റ് എഫ് സിയിലിട്ട് എന്താവും നോക്കാം. E20 പെട്രോൾ വന്നതിന് ശേഷം പവറും മൈലേജും ഒക്കെ കുറഞ്ഞിട്ടിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പവറിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വണ്ടിയിൽ ഒരു സംഭവം ചെയ്യാനായിട്ട് വേണം, പരിഹരിക്കാനായിട്ട്. അതായത് നിങ്ങൾ R15 V2ൻ്റെ ചൈനാൻ സ്പ്രോക്കറ്റ് നമ്മുടെ വണ്ടിയിലോട്ട് ഇടാൻ പോവാണ്. ഈ ഒരു വണ്ടിയിലോട്ട് എന്ത് ഡിഫറൻ്റ് ആയിരിക്കും ഈ ഒരു വണ്ടി നമുക്ക് കിട്ടാൻ പോകുന്നത്? എറണാകുളം കോലഞ്ചേരിയിലുള്ള ഓട്ടോഡോക്ക് മൾട്ടി ബ്രാൻഡ് സർവീസ് സെൻറ്ററിലാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ വണ്ടികളുടെയും ബ്രാൻഡുകളുടെയും സ്പെയർ പാർട്സ് അവൈലബിൾ ആണ്. ഇവരാണ് നമുക്ക് ആ എഫ് സിയിൽ R15 V2ൻ്റെ ചൈനാൻ സ്പ്രോക്കറ്റ് ഇട്ടാൽ നല്ല ഇനീഷ്യൽ ഒരു നല്ലൊരു റെസ്പോൺസ് കിട്ടുമെന്ന് ഇവരാണ് പറഞ്ഞത്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ അപ്ഡേറ്റ് ഞാൻ എന്തായാലും പറയാം. അത് പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഷാഫ്റ്റിന് വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അത് പറഞ്ഞ് വരുന്നവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചാണ്. ഡയറക്റ്റ് ഫിറ്റാണ് ആ ഹോളും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവരുടെ സർവീസിൽ നമുക്ക് ഏതൊരു സ്പെയർ പാർട്സും അവൈലബിളാണ്. സ്പോട്ടിൽ സർവീസ് ചെയ്ത് ഓൺ ഡേ തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കും എന്നാണ് അവർ പറഞ്ഞത്. CBRൻ്റെത്, അതുപോലെ തന്നെ സുസുക്കി ജിക്സറിൻ്റെത്, TVSൻ്റെത്, KTMൻ്റെത്, റോയൽ എൻഫീൽഡിൻ്റെത്, ഹീറോയുടേത്, എങ്ങനെ എന്തെല്ലാം സ്പെയർ പാർട്സ് ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ എങ്ങും കിട്ടാത്ത സാധനങ്ങൾ ഇവിടെ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ബ്രേക്ക് പാർട്സ്, ബെയറിങ്സ്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. TVSൻ്റെയൊക്കെ സാധാരണ ഷോറൂമിൽ പോലും കിട്ടാത്ത സാധനങ്ങളാണ് ഇവിടെ ഞാൻ കണ്ടത്. സോ നമ്മുടെ വണ്ടിയിൽ ആ ഒരു സംഭവം ചെയ്തതിൻ്റെ ആ ഒരു എന്താണ് റെസ്പോൺസ് എന്നുള്ളത് വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. സോ നല്ല മെക്കാനിക്കന്മാരും നല്ല സ്പെഷ്യൽ ടൂൾസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ.